+1 തുല്യത ഇംഗ്ലീഷിലെ യൂണിറ്റ് 3-ൽ രണ്ടാമത്തെ പാഠം ഒരു കവിതയാണ്. ദ ബോയ് ആൻഡ് ദ സ്നേക്ക്, ആൺകുട്ടിയും പാമ്പും. ചാൾസ് ലാംബ് എഴുതിയ ഈ മനോഹരമായ കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കവിതയുടെ ഓഥറെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ചാൾസ് ലാംബ് വാസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് എസ്സേയിസ്റ്റ്, ബെസ്റ്റ് നോൺ ഫോർ ഹിസ് എസ്സേസ് of Elia and the children's book Tale from Shakespeare, which he produced with his sister Mary Lamb. ചാൾസ് ലാംബ് ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനും ഉപന്യാസകാരനുമായിരുന്നു. എലിയയുടെ ഉപന്യാസങ്ങൾ സഹോദരി മേരി ലാംബ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച കുട്ടികളുടെ പുസ്തകമായ ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നിവയിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. He also wrote a number of poems and was part of the literary circle of England, along with Samuel Taylor Coleridge and William Wordsworth. നിരവധി കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ സാമുവൽ ടൈലർ കോളറിഡ്ജ്, വില്യം വേർഡ്സ്വർത്ത് എന്നിവരോടൊപ്പം ഇംഗ്ലണ്ടിലെ സാഹിത്യ വലയത്തിലെ അംഗവുമായിരുന്നു അദ്ദേഹം. He has been referred to as the most lovable figure in English literature. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ലെസൺ ദ ബോയ് ആൻഡ് ദ സ്നേക്ക്. ഇന്നസെൻസ് ഈസ് ആൻ ഇൻബോൺ ട്രേറ്റ് ഇൻ ഓൾ ഹ്യൂമൻ ബീങ്സ്. നിഷ്കളങ്കത എല്ലാ മനുഷ്യരിലും അന്തർലീനമായ ഒരു സ്വഭാവമാണ്. ആസ് വി അഡ്വാൻസ് ഇൻ ഏജ് വി ബിക്കം ട്രിക്കി ആൻഡ് സെൽഫിഷ്. പ്രായമാകും തോറും നമ്മൾ കൗശലക്കാരും സ്വാർത്ഥരുമായി തീരുന്നു. Here in this poem you find an innocent child who shares his breakfast with a snake every day. ഇവിടെ ഈ കവിതയിൽ ഒരു നിഷ്കളങ്കനായ കുട്ടി ദിവസവും ഒരു പാമ്പിനോടൊപ്പം പ്രഭാത ഭക്ഷണം പങ്കിടുന്നത് നിങ്ങൾ കാണുന്നു. But things change when his mother comes to know about it. എന്നാൽ അവൻ്റെ അമ്മ അതിനെക്കുറിച്ച് അറിയുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. റീഡ് ദ പോയം ആൻഡ് ഫൈൻഡ് ഔട്ട്. കവിത വായിക്കൂ, കണ്ടെത്തൂ. ദ ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന കവിതയുടെ സമ്മറിയാണ് നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ദി ബോയ് ആൻഡ് ദി സ്നേക്ക് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ചാൾസ് ലാംബ്. ദി ബോയ് ആൻഡ് ദ സ്നേക്ക് എന്നത് ചാൾസ് ലാംബ് എഴുതിയ മനോഹരമായ ഒരു കവിതയാണ്. In this poem, we find an innocent child who shares his breakfast with a snake every day. ഈ കവിതയിൽ ഒരു നിഷ്കളങ്കനായ കുട്ടിയെ എല്ലാ ദിവസവും ഒരു പാമ്പിനോടൊപ്പം പ്രഭാത ഭക്ഷണം പങ്കിടുന്നത് കാണാം. But his mother is shocked when she sees this. എന്നാൽ ഇത് കാണുമ്പോൾ അവൻ്റെ അമ്മ ഞെട്ടിപ്പോകുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. ഹെൻറി ഈസ് ദ ബോയ് ഇൻ ദി പോയം. കവിതയിലെ ആൺകുട്ടിയാണ് ഹെൻറി. വൺ ഡേ ഹീ ടേക്സ് ഹിസ് ഫുഡ് ആൻഡ് ഗോസ് ഔട്ട്. ഒരു ദിവസം അവൻ ഭക്ഷണമെടുത്ത് പുറത്തു പോകുന്നു. ഹീ ഈറ്റ്സ് ഇറ്റ് ബൈ എ സ്ട്രീം. ഒരു അരുവിക്കരയിൽ നിന്ന് അത് കഴിക്കുന്നു. ഫ്രം ദാറ്റ് ടൈം ഓൺ ഇറ്റ് ബിക്കംസ് ഹിസ് ഹാബിറ്റ്. അന്നു മുതൽ അത് അവൻ്റെ ശീലമായി മാറുന്നു. ബട്ട് വെൻ ഹീ ടെൽസ് ഹിസ് മദർ അബൌട്ട് ദിസ് ഷീ ഡൗട്ട്സ്. എന്നാൽ അവൻ അമ്മയോട് ഇക്കാര്യം പറയുമ്പോൾ അവൾക്ക് സംശയം തോന്നുന്നു. ബിക്കോസ് ഹീ ടോക്സ് ഓഫ് എ സ്ട്രേഞ്ച് ബേർഡ്. കാരണം അവൻ ഒരു വിചിത്ര പക്ഷിയെക്കുറിച്ച് സംസാരിക്കുന്നു. ദി നെക്സ്റ്റ് മോർണിംഗ് ഷീ ഫോളോസ് ഹിം സീക്രട്ട്ലി. പിറ്റേന്ന് രാവിലെ അവൾ അവനെ രഹസ്യമായി പിന്തുടരുന്നു. ഷീ ഈസ് ടെറിഫൈഡ് ടു സീ ഹർ ചൈൽഡ് ഈറ്റ് വിത്ത് എ സ്നേക്ക്. തൻ്റെ കുട്ടി ഒരു പാമ്പിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവൾ ഭയപ്പെടുന്നു. ബട്ട് ഷീ ഡസ് നോട്ട് മേക്ക് എനി സൗണ്ട് ഫോർ ദി സേഫ്റ്റി ഓഫ് ദി ചൈൽഡ്. പക്ഷേ കുട്ടിയുടെ സുരക്ഷയ്ക്കായി അവൾ ശബ്ദമുണ്ടാക്കുന്നില്ല. ദ ബോയ് പ്ലേസ് വിത്ത് ദി സ്നേക്ക് ആൻഡ് ഗീവ്സ് ഇറ്റ് ഫുഡ്. ആൺകുട്ടി പാമ്പിനോടൊപ്പം കളിക്കുകയും അതിന് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ആൻഡ് ടു ദി മദേഴ്സ് റിലീഫ് ഹി സേയ്സ് ഗുഡ് ബൈ ടു ദി സ്നേക്ക് വെൻ ദി ഫുഡ് ഈസ് ഓവർ.
അമ്മയുടെ ആശ്വാസത്തിനായി അവൻ ഭക്ഷണം തീർന്നപ്പോൾ പാമ്പിനോട് വിട പറയുന്നു. തേർഡ് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. ദ ലാംഗ്വേജ് ഓഫ് ദി പോയം ഈസ് വെരി സിമ്പിൾ ആൻഡ് റിതമിക്. കവിതയുടെ ഭാഷ വളരെ ലളിതവും താളാത്മകവുമാണ്. ദി പോയം ഹാസ് എ റൈം സ്കീം AABB. കവിതയുടെ റൈം സ്കീം AABB ആകുന്നു. ഫെഡ്, ബ്രെഡ്, ടുക്ക്, ബ്രൂക്ക്, റാൻ, ക്യാൻ, എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് റൈമിംഗ് വേർഡ്സ്. അതുപോലെ ഫെഡ്, ബ്രെഡ്, ടുക്ക്, ബ്രൂക്ക്, റാൻ, ക്യാൻ മുതലായവ റൈമിംഗ് വേർഡ്സിന് ഉദാഹരണങ്ങളാണ്. ദി ബോയ് ആൻഡ് ദ സ്നേക്ക് എന്ന മനോഹരമായ കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ സമ്മറി വളരെ നന്നായി പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ള ഒരു കവിതയാണ്. അടുത്ത പാഠവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.